പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമായിരിക്കട്ടെ. ഞാൻ എൻ്റെ പേര് മിനി ബാബു. പറഞ്ഞ പോലെ ഞാൻ തിരുവല്ലയിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ 2022 ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ് ഞങ്ങൾ മറ്റേ ചർച്ചിലാണ് വന്നത്. ആ സമയം ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം ഞാൻ ഈ ആരാധന പറ്റി അറിയുന്നത് യൂട്യൂബിലൂടെയാണ്. ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴെല്ലാം ഞാൻ മെസ്സേജുകൾ ഇങ്ങനെ വെച്ചിട്ടിട്ട് ഞാൻ എൻ്റെ പണി ചെയ്യും. അതെല്ലാം ഞാൻ കേട്ടോണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാൻ കേട്ടു, ഈ സഭയിൽ സാക്ഷ്യം കേട്ടു. അതിൻ്റെ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് ഞാൻ നോക്കിയപ്പം അതിനകത്ത് പാസ്റ്റർ ദൂത് പറയുന്നത് ഞാൻ കേട്ടു. ആ വ്യക്തി തന്നെ അടുത്ത ആഴ്ച വന്ന് സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബലമായിട്ട് തോന്നി. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോനെ, കാര്യം ഓൾറെഡി അവൾ ജർമ്മൻ ലാംഗ്വേജ് എഴുതി B2 കിട്ടാതിരിക്കുന്ന സമയത്ത് വീണ്ടും ഇത്രയും പൈസയും കൂടെ കൊടുത്ത് ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. അപ്പം കാര്യം ഞങ്ങൾ സൗദിയിലായിട്ട് പെട്ടെന്ന് റീഎൻട്രിയിലാണ് ഞങ്ങൾ നാട്ടിൽ വന്നേ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ജോലി ഇല്ലാതായി. ഞങ്ങൾ ഏകരായിട്ടാണ് വിശ്വാസത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലും ആരും ഞങ്ങൾക്ക് സപ്പോർട്ടില്ല. അങ്ങനെ ഞങ്ങളൊരു റെൻറ്റിന് വീടെടുത്താണ് ഞങ്ങൾ തിരുവല്ലയിൽ താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കെ സാമ്പത്തികമായിട്ടും ആൾബലവും ഇല്ലാതെ ഞങ്ങൾ ഏകരായിട്ട് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഇത്രയും പൈസ, മോളെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ പോലും ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു. ആ സമയത്ത് ദൈവം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ പോലെ അതെല്ലാം അങ്ങനെ നടന്നു. വീണ്ടും എക്സാമിന് തോറ്റു. വീണ്ടും അത് ഒരു നടത്തിപ്പില്ലാതെ ആ പൈസ കൊടുക്കാനുള്ള ഒരു ഭാരം കൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ യോഗത്തെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു, മോനെ നമുക്കൊന്ന് പോകാം. അങ്ങനെ ഞാനും മോനും കൂടെ അവിടെ കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ ലൈനിൽ ഇങ്ങനെ നിൽക്കുക. കുറേ സമയം കഴിഞ്ഞിട്ടും ആ ദിവസം ചൊവ്വാഴ്ച ദിവസമാണ് ആദ്യം ഇവിടെ കടന്നു വരുന്നത്. അത്രയും സമയം നിന്നിട്ട് 4 മണിക്കാണ് അന്ന് ലാസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയം. അപ്പം ഞങ്ങൾ ഇത്രയും ലൈൻ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ. അന്നേരം മോൾ എന്നോട് പറയുന്നു, മമ്മി സമയം പോകുന്നു. ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്കൊന്ന് കാണാം. ദൈവഹിതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യില്ലെങ്കിൽ എപ്പോഴും ഈ 46,000 48,000 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിന്നപ്പം ഞാനിവിടെ ഒരു സഹോദരിയോട് ഞാൻ വന്ന് പറഞ്ഞു, എന്നെ ഒന്ന് പാസ്റ്റർ എടുക്കും, എനിക്ക് ഒരു കാര്യം ചോദിക്കാനോ, എന്നെ ഒന്ന് കയറ്റി വിടാമോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇത്രയും ആൾക്കാർ നിൽക്കുക, അവർക്ക് ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു, ഇന്ന പോലൊരു വിഷയം. അങ്ങനെ ആ സഹോദരി പെട്ടെന്ന് പോയി സിസ്റ്ററോട് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങളെ അകത്ത് കയറ്റി വിട്ടു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, ഇത് ദൈവഹിതമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്യാനുള്ള ഇത് പറ്റും. അന്നേരം പാസ്റ്റർ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, 1 മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പം പാസ്റ്റർ പറഞ്ഞു, ധൈര്യമായിട്ട് നീ ചെയ്തോ, ഇതിൽ നീ പാസ്സാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഇത് പോയിരുന്നെങ്കിൽ ആ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ 3:55 ആയപ്പം പാസ്റ്റർ പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ വെളിയിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് ഇനിയും ക്യൂ നിൽക്കേണ്ട, പെട്ടെന്ന് അകത്ത് കയറി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ പോയി രജിസ്റ്റർ ചെയ്ത് അകത്ത് കയറി വന്നു. ആ എക്സാം ബാക്കി എല്ലാതും 4 മോഡ്യൂൾസിനകത്ത് ബാക്കി 3 എണ്ണത്തിനും നല്ല 85 മാർക്കിൽ കൂടുതലുണ്ട്. ഈ ഒരെണ്ണത്തിന് ലിസണിങ്ങിനെ കണ്ടാന്ന് തോന്നുന്നു, അതിന് 40 മാർക്ക് വേണം ജയിക്കാൻ, 41 കിട്ടി. അപ്പോൾ ആ ഒരു വലിയൊരു അതിശയം. കാര്യം കൊച്ചു കടന്ന് തുള്ളിച്ചാടി അങ്ങ് ദൈവത്തെ സന്തോഷിക്കുക. ഇവിടെ വന്ന് ദേവദാസനോട് ഞങ്ങൾക്ക് ഭയങ്കര ബലമായി അത്. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് അന്ന് കുവൈറ്റിലായിരുന്നു. പുള്ളിക്ക് അത്ര സാലറി ഒന്നും ഇല്ല. പെട്ടെന്ന് നാട്ടിൽ വന്നു. ഞാനോട് ഇനിയും തിരിച്ചു പോകാതെ, ഇനി സൗദിയിലോട്ട് പുള്ളി പോകുന്നില്ല എന്നുള്ള ഒരു ഇതിൽ നാട്ടിൽ നിന്നു. ഇന്ന് പോകാൻ നാളെ പോകാമെന്നുള്ള ഇതിൽ റീഎൻട്രി ഞങ്ങളുടെ ക്യാൻസൽ ആയതുകൊണ്ട് സൗദിയിലൊരു ഇത് വന്നു, ഇനി അങ്ങോട്ട് 3 വർഷത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്നുള്ളത്. അങ്ങനെ ജോലിയില്ലാതെ ഇവിടെ ഭാരപ്പെട്ട് ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇതുപോലെ ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു വേക്കൻസി, ഫിൻലാൻഡിലേക്കുള്ള ഒരു വേക്കൻസി കണ്ടു. അപ്പം ഞാൻ പുള്ളിയോട് പറയുമ്പോൾ പുള്ളിക്ക് ഇതൊക്കെ മടിപ്പാണ്. ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ വിളിച്ചു, ആ മനുഷ്യനോട് സംസാരിച്ചു. അപ്പോൾ അവർ ഏതാണ്ട് ഒത്തിരി വലിയ ഓഫറുകളാണ് നമുക്ക് വെച്ചത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞാനും അങ്ങ് ഒത്തിരി ഇതായി, ഇത്രയും വലിയ ചാൻസാണ്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്, പാസ്റ്ററോട് ചോദിക്കാതാണ് ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ ഓടിപ്പോയി അതെല്ലാം ചെയ്തു. പെട്ടെന്ന് പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, മെഡിക്കൽ വരെയും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും താമസം വരിക. അങ്ങനെ ഫെഡപ്പ് ആയതിനു ശേഷം ഒരു ദിവസം പാസ്റ്റർ എടുക്ക വീച്ചാൻ വന്നു. ഇവിടെ വന്ന് ചോദിച്ചപ്പം ഞങ്ങളിതെല്ലാം ഭയങ്കര ഞങ്ങളുടേതായ ലെവലിലാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം ഇതെല്ലാം പാസ്റ്റർ കേട്ടിട്ട് പാസ്റ്റർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായത് ഇങ്ങനെ
ആന്നോ, അങ്ങനെ ചെയ്തോ എന്നെല്ലാം പാസ്റ്റർ പറയുന്നുണ്ട്. അപ്പം വീട്ടിൽ വരുമ്പോൾ ബീച്ച എന്നോട് ചോദിക്കുന്നത്, എന്താ പാസ്റ്റർ എന്താടി നമ്മളോട് അങ്ങനെ സംസാരിക്കുന്നത്, ഒരു ഇതില്ലാതെ അങ്ങനെ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇനി ദൈവഹിതം അല്ലയോ ബീച്ച, നമുക്ക് അറിയത്തില്ല പാസ്റ്റർ എന്താ അങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ആ വിഷയത്തിന് തടസ്സങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുക. വർഷങ്ങളായത് തുടങ്ങിയിട്ട്. അങ്ങനെ വന്നപ്പം വീണ്ടും ഞങ്ങൾ ഒരു ദിവസം പാസ്റ്ററെ കണ്ടപ്പം വീച്ചാൻ ചോദിച്ചു, പാസ്റ്ററെ എന്താ ഇത് നടത്തിപ്പുണ്ടോ, എന്തുവാന്ന്. അപ്പം പാസ്റ്റർ പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, വിഷമാവുമെന്ന് ചോദിച്ചു. വീച്ചാൻ പറഞ്ഞില്ല, എന്താന്ന് വെച്ചാൽ പറഞ്ഞു ഇത് നിങ്ങളുടെ റിജക്ഷൻ ആവും, ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. വീച്ചാൻ ആകെ തകർന്നു. വീട്ടിലേക്ക് പോയി. അവിടെ വന്നു കഴിഞ്ഞപ്പം വീണ്ടും പാസ്റ്ററെ വിശ്വസിക്കുന്നില്ല, പുള്ളി അവരെ വിശ്വസിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല വീച്ച പാസ്റ്റർ അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെയാണ്, ദൈവാത്മാവ് ഇടപെട്ടതായിരിക്കും, ഇല്ല എന്ന് പറഞ്ഞു. പുള്ളി വിശ്വസിക്കാതെ അവിടെ ചെന്നു. ഒരാഴ്ച ദൈവസേന ഉപവസിക്കുകയൊക്കെ ചെയ്തിട്ടൊന്നും ഒരു വിടുതലില്ല. അപ്പോൾ ആ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ടറ മെയിൽ വന്നു, നിങ്ങളുടെ ഇത് ആപ്ലിക്കേഷൻ റിജക്ഷൻ ആയി എന്ന് പറഞ്ഞു. അപ്പം പുള്ളി വിശ്വസിച്ചു. അങ്ങനെ തിരിച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ ദശാംശം കൊടുക്കാൻ അകത്ത് കയറിയപ്പം ബീച്ചാൻ ആകെ ഡെസ്പായിട്ടിരിക്കുന്ന കണ്ടോണ്ട് പാസ്റ്റർ ചോദിച്ചു, എന്താ സഹോദര വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല പാസ്റ്റർ, ഇങ്ങനെ ഇരിക്കും. അന്നേരം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇനി ഈ കമ്പനി തന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു ഓഫർ തരുവാന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്തോ, ഇത് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അടുത്ത എനിക്കൊന്നൊരു 3 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഒരു മെയിൽ വന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അത് അപ്പോഴും ഞങ്ങൾ അതിശയിക്കും, പറയുന്ന അതുപോലെ തന്നെ നടക്കുക. സ്തോത്രം. ഞാൻ എന്നിട്ട് കാര്യം ആരും ആശ്രയമില്ലാത്തവർക്ക് നമുക്ക് ദൈവമുണ്ട്. കാര്യം ഞങ്ങൾ ഏകരായിട്ടാണ് ഇറങ്ങിയത്. ഒരുപാട് ഭാരം നിന്നെയൊക്കെ സഹായിച്ചു എൻ്റെ സഹോദരങ്ങളും എല്ലാവരുടെയും മധ്യ അവർക്കൊക്കെ എന്നെ സഹായിക്കാം. പക്ഷേ ആരും ഞങ്ങൾ അനുസരണയില്ലാതെ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ നിന്നു. വീണ്ടും ഞങ്ങളത് ആപ്ലിക്കേഷൻ കൊടുത്തു. വിത്തിൻ 1 വീക്ക് എൻ്റെ എല്ലാ ഇതും വന്നതിന് ശേഷം വിസ പ്രോസസ്സിങ് നടന്നു. പെട്ടെന്ന് വിസയും വന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ വിസയും വന്നതിന് ശേഷം പിന്നെ ടിക്കറ്റിനായി കാത്തിരിപ്പ്. അതും ഇതുപോലെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞങ്ങൾ പാസ്റ്ററോട് ചോദിക്കും, പാസ്റ്റർ പറയും പെട്ടെന്ന് ഒരുങ്ങും, നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ പെട്ടെന്ന് 2 ദിവസത്തിനുള്ള പാസ്റ്റർ പറഞ്ഞു, പെട്ടിയൊക്കെ നിങ്ങൾ ഒരുക്കിക്കും, ഉടനെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ദിവസം തന്നെ ടിക്കറ്റ് വന്നു. ദൈവകൃപയാൽ കഴിഞ്ഞ ആഴ്ച ആ രാജ്യത്തേക്ക് പോവാൻ ദൈവം സഹായിച്ചു. ഇവര് നാട്ടിൽ വന്ന ഇവരുടെ അടുത്ത്, ഇവർ തിരുവല്ലയിൽ താമസിക്കുന്ന ഇവരുടെ അടുത്തൊരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോയി. ഇവരിവിടെ ആരാധനയ്ക്ക് വരുമ്പോൾ അവർ പറഞ്ഞു, എല്ലാം തകർന്നു പോകും. ഞാനൊരു കാര്യം പറയുക, ശത്രുക്കളുടെ മുൻപിൽ ലജ്ജിപ്പിക്കാതെ നടത്തുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ആ കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറയോ. ഒരു കാര്യം കൂടെ പറയുക, ഇദ്ദേഹം ഇനി ഒരു സാക്ഷ്യം കൂടെ പറയാൻ ഇവിടെ കയറും, സ്റ്റേജിൽ കയറും. അദ്ദേഹത്തിന് വേണ്ടി ദൈവം ഒരു വഴി തുറന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, നീണ്ട വർഷങ്ങൾ സൗദി അറേബ്യ ജോലി ചെയ്ത, പക്ഷെ ഒരു പൈസ ബാങ്കിലില്ല, ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ല, എല്ലാവർക്കും കൊടുത്തു. ഇന്നിവർ മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും നടത്തിയൊരു ദൈവമുണ്ട്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുക, വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചോ. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ നടത്താൻ കരുത്തുള്ളൊരു കർത്താവ് ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ ജീവിക്കുന്നുണ്ട്. വിശ്വാസത്താൽ ചുവട് വയ്ക്കുന്ന, വിശ്വാസത്താൽ നടക്കുന്ന, ദൈവത്തിനു വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയുക, ഈ പ്രവചനമൊന്നും നിസ്സാരമല്ല കേട്ടോ. നിന്റെ വഴിത്തിരിവുകൾ നടത്താൻ കരുത്തുള്ളൊരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അവൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. ഇവരുടെ വിടുതല കണ്ടോണ്ട് ഇവനും കൂടെ കൂടിയാ നമ്മുടെ കൂടെ ഇല്ലടാ. അന്നു നിനക്കും സാക്ഷ്യം പറയാൻ അവസരം ഉണ്ടാവും. രാമീൻ പറഞ്ഞു, നടക്കാൻ പോവാ. നടത്തി ദൈവം. ശത്രുക്കളുടെ മുമ്പിൽ ലജ്ജിപ്പിച്ചില്ല. സഭ കൂടെ നിന്നു, ദൈവം കൂടെ നിന്നു. ഏത് രാജ്യത്ത് നിങ്ങളെ അയച്ചാലും യേശുവിനെ ഉയർത്തണം, സഭയ്ക്ക് വേണ്ടി നിൽക്കണം, കർത്താവിന് വേണ്ടി നിൽക്കണം. മോനെ, നിന്നെ ദൈവം ആദരിക്കും. ഒരു സുന്ദര ക്ലാപ്പ് കൊടുത്തട്ടെ. ബ്ലസ് യു.